ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലബാർ മാജിക് കിച്ചൺ. ഇറ്റ്സ് മീ സൗമ്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യലായിട്ടുള്ള ഓണക്കായില്ലേ, സദ്യ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊക്കെയാണല്ലോ ഓണത്തിന് പരിപാടി. പൂക്കളം ഇടണം, അതേപോലെ ഓണസദ്യ, ഓണക്കോടി, ഇതൊക്കെ ഭയങ്കര ഇതായിട്ട് എല്ലാം നന്നായിട്ട് ഓണം ആഘോഷിക്കും കേട്ടോ. ഇന്ന് ഓണസദ്യ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമായ സാമ്പാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓണമൊക്കെ ആയില്ലേ അല്ലേ? സദ്യക്ക് സാമ്പാർ ഇല്ലാതെ എന്ത് ഓണം അല്ലേ? നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒരേ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഏത് വെജിറ്റബിൾസാണ് നമ്മളെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, അതേപോലെ മുരിങ്ങക്കായ്, അതേപോലെ തക്കാളി, ഉരുളക്കിഴങ്ങ്, ചേന, ബീൻസ്, പച്ചക്കായ്, വെള്ളരിക്ക, അതേപോലെ വഴുതനങ്ങ, വെണ്ടക്ക തുടങ്ങിയ വെജിറ്റബിൾസാണ്. നമ്മളെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ പരിപ്പ് ആണ് എടുത്തിട്ട്, വലിയ പരിപ്പില്ലേ, അതാണ് വേണ്ടത്. തുവരപ്പരിപ്പ്. അത് എന്ത് ചെയ്യുക, നമ്മൾ വെള്ളത്തിലിട്ടിട്ട് 1.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക. അതിനുശേഷം അത് ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിനകത്തേക്ക് ഇടുക. അതിലേക്ക് ഉള്ളി, തക്കാളി എന്നിവ ചേർത്ത് നൽകുക. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു മസാലക്കൂട്ട്, സ്പെഷ്യൽ മസാലയാണ് കേട്ടോ, സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മസാലയാണ്. ഈ മസാലക്കൂട്ടൊന്ന് ഇതുപോലെ തന്നെ എല്ലാം ഓരോരോ പിടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കയ്യിലുള്ള. അത് ഒന്ന് തുവരപ്പരിപ്പ്, ചെറിയ പരിപ്പ്, അതേപോലെ മല്ലി, ചെറിയ ജീരകം, തേങ്ങ, ഉഴുന്ന്, അതുപോലെ ഉലുവ, അതേപോലെ കുറച്ച് ചുവന്ന മുളക്, ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മളൊന്ന് ഒരു പാനിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഇത്തിരി എണ്ണയും കൂടി, വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു റെഡ് കളറാവുന്ന വരെ വറുത്താൽ മതി. കൂടുതൽ ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോകും. കറുത്ത കളർ വന്നു കഴിഞ്ഞാൽ സാമ്പാറിനൊരു കറുത്ത ടേസ്റ്റ് വരും. അങ്ങനെ ഇതാക്കാൻ പാടില്ല. ഒരു റെഡിഷ് കളർ ആകുമ്പോഴത്തേക്കും ഓഫാക്കി വെക്കുക. ഏകദേശം ഇത് മതി കേട്ടോ. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഈ ഉലുവ ഇടുമ്പോൾ ഇത്തിരി കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. കൂടുതലിട്ടാൽ കയ്പടിക്കും കേട്ടോ. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഈ തേങ്ങ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യമേ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമുക്ക് ഈ സാമ്പാറിനുള്ള മസാല വേറെ പുറമേ നിന്നൊന്നും വാങ്ങിക്കാണ്ട് ഇത് തന്നെ ആയിട്ട് എടുക്കുക കേട്ടോ. തേങ്ങ എന്ന് പറയുന്നത് നമുക്ക് അന്നേരത്തിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ വറുത്ത് ചേർക്കാം. അന്നേരം കുറച്ചും കൂടി നല്ല ടേസ്റ്റായിരിക്കും. നല്ല തിക്കായ സാമ്പാറും കിട്ടും. ഇതാണ് കേട്ടോ നമ്മളെ സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. ഇനി നമ്മൾ നേരത്തെ 4 വിസിൽ വരെ വേവാൻ വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നോക്ക്, പരിപ്പ് നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് സ്പൂണിൻ്റെ കയ്യിൽ വെച്ചിട്ടൊന്ന് ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഈ പരിപ്പിൻ്റെ തിക്നെസ്സും അതേപോലെ നമ്മളെ ആ കറിക്കൂട്ടിൻ്റെ ഇതുമാണ് ഈ സാമ്പാറിന് കൂടുതലായിട്ട് തിക്ക് കൊടുക്കുന്നത്. സാമ്പാർ എപ്പോഴും തിക്കായിരിക്കണം, എങ്കിൽ മാത്രമേ നല്ല കട്ടിയോടെ കൂടിയ സാമ്പാറാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് ഈ പരിപ്പ് തന്നെ ഉപയോഗിക്കണം. ചെറിയ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ഉപയോഗിക്കരുത് ഈ ഒരു സാമ്പാർ വെക്കാൻ. നമ്മൾ സദ്യ സ്പെഷ്യൽ സാമ്പാറിന് എപ്പോഴും ഈ ഒരു വലിയൊരു പരിപ്പ്, തുവരപ്പരിപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇനി ഈ സമയത്ത് ഞാൻ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്.
വെജിറ്റബിൾസ് ഇത് തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ അതൊക്കെ ചേർക്കുക കേട്ടോ. ഇനി ഈ ഒരു അവസരത്തിൽ നമ്മൾ കുറച്ച് വാളംപുളി കുതിർത്ത് വെച്ചിരുന്നു. ഈ വാളംപുളിയുടെ വെള്ളം കൂടി എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ വാളംപുളിക്ക് പകരം കുടംപുളിയൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, അന്നേരം ഈ ഒരു കറി അത്ര നല്ലൊരു ടേസ്റ്റായിട്ട് വരികയില്ല. കുടംപുളിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ, വാളംപുളിക്ക് നല്ലൊരു വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു സാമ്പാറിൻ്റെ എന്ന് പറയുന്നത്. ഈ ഒരു ടേസ്റ്റും കൂടി കൂടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്നത്. ഇനി ഇത് ഒരു 8 മിനിറ്റ് സമയം മതി. 8 മിനിറ്റ് വെജിറ്റബിൾ വേവാൻ 8 മിനിറ്റ് സമയം കൊണ്ട് ഈ വെജിറ്റബിൾ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച സാമ്പാറിൻ്റെ മസാലയില്ലേ, ആ കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് തിളച്ച് വരും. നന്നായിട്ടൊന്ന് മസാലയൊന്നും പിടിക്കുന്നവരൊന്ന് തിളക്കാൻ അനുവദിക്കുക. ഇങ്ങനെ ഇതാക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാമ്പാർ കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ അറിയാം, അത്രയും നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സാമ്പാറിന്. ഇപ്പം തന്നെ നല്ല ഈ കിച്ചണിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ, അത്രയും നല്ല സ്മെല്ലാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സാമ്പാർ, ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ. അതിനുശേഷം ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് വാങ്ങി വെക്കുമല്ലോ, ആ വാങ്ങി വെച്ചിട്ട് തണിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണിഞ്ഞതിന് ശേഷം സാമ്പാറിന് പിന്നെയും ഉപ്പ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്നും കൂടി തണിഞ്ഞതിന് ശേഷം ഉപ്പ് ഇതാക്കാൻ പറയുന്നത്. ഇപ്പം ഞാൻ താളിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് കടുക്, ഇത്തിരി വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് കടുക്, കറിവേപ്പില, അതേപോലെ കായപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. കായപ്പൊടിക്ക് പകരം നമുക്ക് കട്ടിക്കായ ആണെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എനിക്ക് കായപ്പൊടീനെക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയ കട്ടിക്കായാണ്. അന്നേരം കുറച്ചധികം ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ സാമ്പാറിന് കുറച്ചും കൂടി നല്ല സ്മെല്ല് വരികയുള്ളൂ. അതിനുശേഷം ഇത് സാമ്പാറിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ അടിപൊളി സദ്യ സ്പെഷ്യലായിട്ടുള്ള നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ ഓണത്തിന് അടിപൊളി സാമ്പാറാണ്, നല്ല സൂപ്പർ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു തിക്നെസ്സും ആ ഒരു ഇതുമൊക്കെ. നമുക്ക് ചില സാമ്പാറൊക്കെ കറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഒരു ഇത് അടിപൊളി സാമ്പാറാണ് കേട്ടോ. ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മസാലയില്ലേ, അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എന്ത് ചെയ്യാം, നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എടുത്തുകൊണ്ടിരിക്കാം. ഈ സ്കൂളിലും അതേപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. സദ്യ സ്പെഷ്യലായിട്ടുള്ള ഒരു സാമ്പാർ പരിചയപ്പെട്ടാലോ? അടിപൊളിയും അതേപോലെ ടേസ്റ്റിയും മണവും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ടേസ്റ്റും ആ പ്രിപ്പറേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന്. അത്രയും കട്ടിയിലും തിക്നെസ്സിലും നല്ല സ്മെല്ലോടും കൂടിയ ഒരു സാമ്പാറാണ്. സ്വന്തമായിട്ട് കറി പൗഡർ ഇതാക്കിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇപ്രാവശ്യത്തെ ഓണത്തിനൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്.